കുക്കർ മന്തി വളരെ എളുപ്പത്തിൽ ചെയ്തെടുത്താലോ. അതിനായിട്ട് നമ്മൾ ഒരു 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 2 മാഗി ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അതിലേക്ക് കുറച്ച് കുരുമുളക് കൂടി ഇട്ടിട്ട് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആദ്യം തന്നെ. പിന്നെ നമ്മൾ അതിലേക്ക് കുറച്ച് വലിയ ജീരകം, പിന്നെ 2 ഗ്രാമ്പൂ, 2 പട്ട, 2 ഏലക്കായും കൂടി നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിലേക്ക് പൊടിപൊടിയായി അരിഞ്ഞിട്ടുള്ള ക്യാപ്സിക്കം ചേർത്തിട്ടുണ്ട്. ഒരു ക്യാപ്സിക്കാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മളൊരു സവാള പൊടിപൊടിയായി അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു ചെറിയ തക്കാളി പൊടിപൊടിയായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അതിലേക്ക് മല്ലിയിലയാണ് ഇട്ട് കൊടുക്കുന്നത്. മല്ലിയില, ഒരു പിടി മല്ലിയില നമ്മൾ പൊടിപൊടിയായി അരിഞ്ഞിട്ട് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും ഒന്ന് ചതക്കി എടുത്തിട്ട് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ശേഷം നമ്മൾ മന്തി മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. 5 സ്റ്റാറിൻ്റെ മന്തി മസാലയാണ് കേട്ടോ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. 5 സ്റ്റാറിൻ്റെ മന്തി മസാല നമ്മൾ 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 കപ്പ് ഓയിലും കൂടി ഒഴിച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ആക്കി കൊടുക്കുക. പിന്നെ നമ്മൾ തുള്ളി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഒരു തുള്ളി വെള്ളമാണ് നമ്മൾ കുക്കറിൽ അടിച്ചെടുക്കാൻ പോകുന്നതുകൊണ്ട് തന്നെ അത് അടി പിടിച്ച് പോകാനൊക്കെ വേണ്ടി കുറച്ച് തുള്ളി വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മളൊന്ന് കുക്കറിൽ ഒരു വിസിൽ അടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്ക് റൈസ് വേവിച്ചെടുക്കാം. റൈസ് വേവിച്ചെടുക്കുന്നതായിട്ട് നമ്മളൊരു ചെമ്പാണ് വെച്ചിരിക്കുന്നത്. എന്നിട്ട് ആ റൈസ് അതിലേക്ക് കുറച്ച് ക്യാരറ്റ് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു ഉണക്ക നാരങ്ങ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് സ്പൈസസ് കൂടി നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതൊന്ന് വെന്ത് വരുമ്പോൾ അധികം നമ്മൾ ഒന്ന് കടിക്കാനുള്ള പാകമാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അതൊന്ന് ഊറ്റിയെടുത്തിട്ട് നമ്മൾ ആ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കുക്കറിൽ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ മേലെ 3 പച്ചമുളകും കൂടി വെച്ച് കൊടുത്തിട്ട് നമ്മൾ ചാർക്കോൾ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ കുക്കർ മൂടി വെച്ചിട്ട് ഒരു വിസിലടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു വിസിലടിച്ച് നമ്മളത് പ്രഷർ കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ പ്രഷർ കളഞ്ഞിട്ടില്ലെങ്കിൽ നമുക്കത് അധികം വേവായി പോകും. അതുകൊണ്ടാണ് നമ്മൾ പ്രഷർ കളഞ്ഞിട്ടുള്ളത്. അങ്ങനെ നമ്മൾ പ്രഷർ കളഞ്ഞെടുത്തപ്പോൾ ഇതുപോലെ അടിപൊളി ഒരു മന്തി വന്നിട്ടുണ്ട്. ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളിത് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലെ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ബെല്ലൈക്കനോട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ ഓൾ എന്ന ഓപ്ഷൻ ഞെക്കാണ് നമ്മളിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക.